അനുപേക്ഷണീയമാണ്. ശാസ്ത്ര സംഭാവനകൾ 1973 കാലഘട്ടങ്ങളിൽ മനുഷ്യ ചന്ദ്രനിൽ കാലുകുത്തിയെന്ന് അവകാശപ്പെടുന്നു. ഇത് ശരിയാണെങ്കിൽ 14-ാം നൂറ്റാണ്ടിൽ ആമിന ബിയുടെ മുത്തുമോൻ താജുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശ മണ്ഡലങ്ങളും ചുറ്റി സഞ്ചരിച്ച് മക്കയിൽ തിരിച്ചെത്തിയെങ്കിൽ ലോകമാദ്യമായി കീഴടക്കിയ ബഹുമതി ഇസ്ലാമിന് മാത്രമുള്ളതാണ്. പലതും വിവരിക്കാൻ ഈ സമയം പരിമിതമാണ്. മുസ്ലിം ഉമ്മത്തെ നാം അഭിമാനത്തോടെ മുന്നേറുക. നാം ഈ ലോകത്തിന്റെ നേതാക്കളും വഴികാട്ടികളുമാണ്. 21-ാം നൂറ്റാണ്ടിന്റെ നായകന്മാർ മുസ്ലിം ഉമ്മത്താണ്. നാം സർവ്വരംഗത്തും വളർന്ന് ലോകം കീഴടക്കണം. മുസൽമാൻ ഇവിടെ വളർന്നില്ലെങ്കിൽ ലോകം വളരില്ല. നിശ്ചയം ലോകം തളരുക തന്നെ ചെയ്യും. വിശുദ്ധ ഇസ്ലാമിന്റെ രാജപാത ലോകത്തിന്റെ മുമ്പിൽ വിരിച്ചിട്ടിരിക്കുകയാണ്. ഈ സുന്ദര സരണിയിലേക്ക് സഞ്ചരിച്ച് വിശുദ്ധ ഖുർആന്റെ തണലിൽ വിശ്രമിച്ച് നാളെയുടെ ജീവിതം ശോഭനമാക്കാൻ ബുദ്ധിജീവികളും തത്വചിന്തകന്മാരും ശാസ്ത്ര ഗവേഷകരും വിശുദ്ധ ഇസ്ലാമിന്റെ നിത്യസന്ധ്യ സുന്ദര സരണിയിലേക്ക് ഒഴുകുന്ന കാഴ്ചയിലേക്ക് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകം നമുക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് ബുദ്ധിജീവികളുടെ പ്രശസ്തി ഇസ്ലാമിന്റെ ഗ്രേറ്റസ്റ്റ് റിലിജൻ ഇൻ ദി വേൾഡ് എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന ഉത്തമ മതം ഇസ്ലാമാണ്. സമയക്കുറവ് മൂലം ശാസ്ത്ര ഗവേഷണ രംഗത്തെ ഖുർആന്റെ സംഭാവന എന്ന എന്റെ പ്രസംഗ വിഷയത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. വാഹിദ് ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.